ഇന്ന് നമ്മൾ അവലും പഴവും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. കൊച്ചിക്കോയ എന്നാണ് പറയുന്നത്. കൂടുതൽ ആളുകൾക്കൊക്കെ പരിചയമുള്ളത് തന്നെയായിരിക്കും. എന്നാലും ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് അവിലാണ് എടുത്തിട്ടുള്ളത്. ഒരു 1.25 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പഴം എടുക്കുന്നതിനനുസരിച്ചിട്ട് അവലിലും മാറ്റം വരുത്തിയാൽ മതി. ഇതിപ്പോൾ ഒരു 3 ആൾക്കൊക്കെ സുഖമായിട്ട് കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊന്ന് വറുത്തെടുക്കണം. എണ്ണയൊന്നും ഇല്ലാതെ തന്നെ പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അവരിട്ട് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുമല്ലോ. നല്ല ഞെരിച്ച് വറുത്തെടുക്കണം കേട്ടോ. അതായത് നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് വറുത്ത് വന്നോട്ടെ. കയ്യിലിങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അല്ലെങ്കിൽ ആ അടിഭാഗത്തുള്ള അവൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ചെറുപഴമാണ്. പഴം എടുക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കണം. കറ കുത്തുന്ന ടേസ്റ്റുള്ള പഴം എടുക്കരുത് കേട്ടോ. ഒരു പകുതി പഴുപ്പായത് എടുക്കരുത്. ഇതുപോലെ നന്നായിട്ട് പഴുത്തിട്ടുള്ളത് എടുക്കുക. പിന്നെ പൂവമ്പഴം തന്നെ വേണമെന്നാണ് ഇതിന് സാധാരണ പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ഞാലിപ്പൂവനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ അത് തികയാത്തതുകൊണ്ട് ഒരു മൈസൂർ പൂവനും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ഒരു 6 പഴം വെച്ചിട്ടുള്ള അളവാണ് പറയുന്നത്. ഇനി പഴത്തിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയിലിട്ട് ജ്യൂസ് പോലെ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഉടച്ചെടുക്കുക തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ നമ്മളെ റെസിപ്പീസിലൊക്കെ പറഞ്ഞു തന്നതുപോലെ അതേ രീതിയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടൊരു കല എടുത്തു എന്നേ ഉള്ളൂ. കുറച്ച് വലുതായി പോയിട്ടുണ്ട്. പഴം കുറവുമാണ്. എന്തായാലും നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പണ്ടുള്ള ആളുകളൊക്കെ ചെയ്യുന്നത് കടകോല് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ച് മിക്സാക്കി എടുക്കുന്ന കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം നമ്മൾ വിസ്ക് വെച്ചിട്ട് ഒന്ന് എടുത്തുന്നുള്ളൂ. അല്ലെങ്കിൽ ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക, കട്ടയൊന്നും ഇല്ലാതെ. മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. മിക്സാക്കി നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ മതി. പഞ്ചസാരയും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ട് ഉടച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. പഴം കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്നുകൂടെ നന്നായിട്ട് ഉടയാനുണ്ട് കേട്ടോ. അങ്ങനെ ഉടച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയുടെ നീര് ചേർത്ത് കൊടുക്കുക. നാടൻ ഇഞ്ചിയുടെ ആണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവട്ടെ. ഇവിടുത്തെ ആയതുകൊണ്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒന്ന് ചതച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്താൽ മതി. പിന്നെ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറിയ ഉള്ളി ചതച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ടുള്ള ഒരു ടേബിൾ സ്പൂണാണ് കേട്ടോ. ഒരു 3-4 ചെറിയുള്ളി നീരെടുത്തതാണ്. ചെറിയുള്ളിക്ക് കളറില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അത് വെള്ള കളറായിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ചെറിയുള്ളി കൊത്തിയരിഞ്ഞതുകൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കൂടുതൽ കൊത്തിയരിഞ്ഞത് കടിക്കാനോ ഇഷ്ടമെന്നുണ്ടെങ്കിൽ നീരെടുക്കണം നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ചിട്ട് ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം. ഇതുപോലത്തെ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുള്ളതാണ്. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശർക്കര കൂടി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഇല്ലാന്ന് തന്നെയാണ് കേട്ടോ കൂടുതൽ ആളുകളും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. പഞ്ചസാരയുടെ ടേസ്റ്റ് തന്നെയാണ് മുൻപിൽ നിൽക്കേണ്ടത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കുക. പഴത്തിന് വലിയ കളർ മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇത് ക്യാമറയിൽ കാണുമ്പോൾ കുറച്ചൊരു കറുപ്പായിട്ട് തോന്നുന്നതാണ്. ഇനിയൊരു 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് വേണ്ടത്. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാലും പിന്നെ കുറച്ച് പശുമ്പാലും കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സാക്കി നോക്കിയിട്ട് ബാക്കിയുള്ള ലൂസിനനുസരിച്ചിട്ട് നമുക്ക് പശുമ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ തേങ്ങാപ്പാലിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് പശുമ്പാലിലും ചെയ്യാം കേട്ടോ. അത് പല സ്ഥലത്തും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ വരുന്ന സമയത്ത് കുറച്ചുകൂടി നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നുണ്ട്. പശുവിന് പാൽ 3/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് എടുക്കുന്ന സമയത്ത് നമ്മൾ തിളപ്പിച്ച് ആറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്തിരിക്കുന്ന പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മിക്സാക്കി നോക്കുമ്പം ഭയങ്കര കട്ടി കൂടുതലാണ്, ലൂസ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പശുവിൻ പാലോ തേങ്ങാപ്പാലോ ഏത് വേണമെങ്കിലും ഒഴിച്ച് ലൂസാക്കാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം നമുക്കിങ്ങനെ കോരി ഒഴിക്കാൻ പാകത്തിനായി കിട്ടിയാൽ മതി. ഈ സമയത്ത് ഇതിലേക്കൊരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു 2 നുള്ള് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് അതുകൂടെ ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പഴത്തിൻ്റെ കൂട്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ അവലിൻ്റെ മേലേക്ക് ഒഴിച്ച് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കൂട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതും സംഭവം സൂപ്പറാണ്. പക്ഷെ ഒരിക്കലും കുറേ സമയം പുറത്ത് വെക്കരുത്. പുളിച്ച ഒരു ടേസ്റ്റ് ആയിരിക്കും. ഫ്രിഡ്ജിൽ തന്നെ വെക്കുക വേണമെന്നുണ്ടെങ്കിൽ. ഇനി ഇത് സെർവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള അവൽ എടുത്തിടാം. ഒരുപാട് അവലിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഈ ഒരു പഴത്തിൻ്റെ കൂട്ട് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ കഴിക്കണം കേട്ടോ. അല്ലെങ്കിൽ അവൽ കുതിർന്നു പോകും, കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ആ പഴത്തിൻ്റെ കൂട്ട് ഒഴിക്കുന്നതോടുകൂടെ തന്നെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കഴിക്കുക. അങ്ങനെയാണ് അതിൻ്റെ രീതി കാണുന്നത്.
ഇതിങ്ങനെ കൈകൊണ്ട് മിക്സ് ആക്കിയിട്ട് പെട്ടെന്ന് വാരി കഴിക്കുന്നതായിട്ടാണ് കേട്ടോ. ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ശരിക്കും എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നിട്ടുള്ള എൻ്റെ മലപ്പുറത്തുള്ള ഒരു ആമയാണ് കേട്ടോ. അപ്പോൾ ആമ കുറച്ച് വീഡിയോസൊക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കുന്നതിൻ്റെ. അപ്പോൾ അത് തന്നെയാണ് തോന്നുന്നു അതിൻ്റെ ആ ഒരു രീതി എന്ന് പറയുന്നത്. സ്പൂൺ വെച്ച് കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് ഇല്ല കേട്ടോ, കറക്റ്റ് അങ്ങ് ആസ്വദിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നിങ്ങൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇനി എന്തായാലും നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്